ആഹാ, പനി പിടിച്ചല്ലേ? പനിയൊന്നും പിടിച്ചിട്ടില്ല, ചെറിയൊരു ജലദോഷം അത്രയുള്ളൂ. അല്ല, പാപ്പു എന്ത് തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചില്ല. എന്നാലും പോപ്സിന് എന്നോടെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയായിരുന്നു. അതെന്താ പാപ്പുവിനോട് മാത്രം പറയണോന്ന് പറയുന്നേ? കൂടുതൽ എനിക്കല്ലേ ധൈര്യമുള്ളൂ. ആ, അത് കണ്ടായിരുന്നു. പനിയും പിടിച്ചു, ബോധം കെട്ടി വീഴുകയും ചെയ്തു. വീണത് ഞാൻ മാത്രല്ലല്ലോ, നീയും വീണില്ലേ? പക്ഷെ എനിക്ക് പനി പിടിച്ചില്ലല്ലോ. അത് പിന്നെ എനിക്ക് ഇമ്മ്യൂണിറ്റി ലെവൽ കുറവായതുകൊണ്ടാ. അല്ലാണ്ട് ഇമ്മാരി ചീള് കേസ് കെട്ടുകളൊന്നും കണ്ടാ ഞാൻ പേടിച്ചു വീഴൊന്നുമില്ല. പിന്നെ ആഹാ, എന്നാ ഇവിടെ തന്നെ നിന്നോ. ഇമ്മാതിരി സാധനമുള്ള വീട്ടിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റൂല. ഇമ്മാതിരി സാധനോ? ഇത് സാധനമല്ല, എന്റെ പാറുവാണ്. പോപ്സിന് ഇതിനെ എവിടെന്നാ കിട്ടിയേ? കിട്ടിയതല്ല, കെട്ടിയതാണ്. ആ, വന്നാ ഞാൻ എങ്ങനെ പാറുവിനെ കെട്ടിയെന്ന് അറിയണ്ടേ? അറിയണോ വേണ്ടേ? അന്നൊരു ശനിയാഴ്ച ആയിരുന്നു. ഞാൻ എൻ്റെ മേജർ സാവിന് വേണ്ടി ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ പപ്പാടത്തെ കുക്കായിരുന്നല്ലേ? ചപ്പാത്തി ഉണ്ടാക്കുന്ന എല്ലാവരും കുക്കല്ല. അതുപോലെ വെടിവെക്കുന്ന എല്ലാവരും പൊട്ടാളത്തോരല്ല. അന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാറ്റടിച്ചു. ഞാൻ നോക്കിയപ്പോൾ അടുപ്പ് കെടാറായി. അപ്പം ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. ഞാൻ തൊട്ടടുത്ത് കിടന്ന മേജർ സാബിൻ്റെ ഫോട്ടോ എടുത്ത് ആ അടുപ്പിലങ്ങ് മൂടി വെച്ചു. ഈ സമയം പുറത്തെൻ്റെ പാറ് ചുള്ളി ഓടിക്കാൻ വേണ്ടി വന്നു. എൻ്റെ ഈ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എൻ്റെ പാറുവിനെ ആശ്ചര്യത്തോടെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. അല്ലേ പാറു? പപ്പ എന്നിട്ട് മേജറിന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താ? ചപ്പാത്തിയാ? ഞാൻ ചപ്പാത്തി? മേജറിന്റെ ചപ്പാത്തി ഇല്ല, അത് കരിച്ചു പോയി. അയ്യോ, അതെങ്ങനെ? അത് നേരത്തെ ഞാൻ ബുദ്ധിപരമായിട്ട് കാറ്റ് വന്നപ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടി കോട്ടെടുത്തിട്ടില്ലേ, ആ കോട്ട് ചെറുതായിട്ട് കത്തിയിട്ട് വലുതായിട്ട് പിടിച്ചു. അപ്പോൾ തൊട്ടടുത്ത് നമ്മളിത് ടെൻ്റാണല്ലോ, അപ്പോൾ തൊട്ടടുത്തായിട്ട് കുറച്ച് പെട്രോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കയറി ആ പെട്രോളിൽ പിടിച്ചു. പെട്രോൾ അങ്ങ് ആളി കത്തി. അപ്പോൾ ടെൻറ്റ് മൊത്തം കത്തി. തൊട്ടടുത്ത് ഒരു ജീപ്പും ഒരു ബൈക്കും ഉണ്ടായിരുന്നു, അതും കത്തി. അങ്ങനെ കത്തി കത്തി പുല്ലെല്ലാം കൂടെ കത്തി നശിച്ചു പോയി. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ പാറു മരിച്ചത്, കത്തിപ്പിടിച്ചിട്ട്? അയ്യോ, പാറു മരിച്ചത് അങ്ങനെയല്ല. പാറു മരിച്ചത് ലഡു കഴിച്ചിട്ട്. ലഡു കഴിച്ചിട്ടാ? ലഡു കഴിച്ചാൽ ആരും മരിക്കും. ഇരിക്കുന്ന സാധനം കണ്ട എന്തൊരു ലഡു കൊതിച്ചെന്നറിയാമോ? കൊതിച്ച് കള്ളി. പാറുവിന് ലഡു എന്ന് വെച്ച ജീവനാണ്. ഒരു ദിവസം നമ്മളെ വീട്ടിൽ, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഭയങ്കര എലിശല്യം. അപ്പം ഞാനെന്ത് കുറച്ച് ലഡു വാങ്ങിച്ചിട്ട് അതിൽ ഒരു ലഡുവിൽ കുറച്ച് വിഷം കലർത്തി ഒരു മൂലയിലങ്ങ് വെച്ചു. ഞാൻ വന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ പാറു ആ ലഡു എടുത്ത് കഴിച്ച്. അങ്ങനെ എൻ്റെ പാറു എന്നെ വിട്ടിട്ട് പോയി. പോപ്സിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കഥയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. സാരില്ല, ഓക്കെ, എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. എൻ്റെ പാറു എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഞാനവളെ എൻ്റെ മരുന്ന് കൊടുത്ത് പഴയതുപോലെ ആക്കും. പിന്നെ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ഭാരം പകുതി അങ്ങ് കുറഞ്ഞു. ഇനി ഇവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാം, പോണവർക്ക് പോവാം. ഇവിടെ നിൽക്കുന്നവർക്ക് വാടകയിൽ 500 രൂപ ഞാൻ കുറവ് വരുത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, അത് എന്തിനാണെന്നറിയാമോ? ഇല്ല. ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങൾ, അതായത് എന്റെ പാറുവിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്താരോടും പോയി പറയാതിരിക്കാനാണ്. ഞങ്ങള് ചുമ്മാ എങ്ങനെ അവരോടെങ്കിലും പറഞ്ഞാലോ? പിന്നെ സംസാരിക്കുന്നത് ഞാനായിരിക്കില്ല, എന്റെ തോക്കായിരിക്കും. മോളെ പാറു, എന്തൊരു വിഷമോ? ആണോ? അവരങ്ങനെയൊക്കെ പറഞ്ഞതാണോ? അയ്യോ, കുഴപ്പമില്ല മോളെ, അവരൊക്കെ പാവങ്ങളല്ലേ. പോട്ടെ,
ക്ഷീണിച്ചോ? ആണോടാ ചക്കരെ? നമുക്കേ ഒരു അരമണിക്കൂർ പോയി കിടന്നാലോ? വാ മക്കള്, മക്കള് വാ. സുന്ദരിയേ വാ, കെട്ടിപ്പിടിച്ചു. എന്തോ ഉമ്മ വേണോടി? ആണോടി? പോവാമോ? പിടിച്ചു മക്കളാ. ഞാൻ എന്തായാലും പോവാ. എടാ 500 രൂപ കുറച്ചു. അതെ, എന്റെ ജീവന് 500 രൂപയെക്കാളും കൂടുതൽ വിലയുണ്ട്. ശരി എന്നാ, ബൈ. ഇല്ല, പൊക്കൂടെ 500 രൂപ കുറച്ച് തന്നില്ലേ? 500 രൂപ കുറച്ചെന്ന് പറഞ്ഞിട്ട് ഓണടില്ലേ ഊടുണിക്ക് പക്ഷി. എന്തെങ്കിലും പറഞ്ഞാ? ഒന്നും പറഞ്ഞില്ല, പൊക്കോ. ഇവിടെ നിന്ന് ഇപ്പൊ പോണെന്ന് പറഞ്ഞവള് പൊതച്ചു മൂടി സൂചിച്ചു കിടന്ന് ഉറങ്ങണ നോക്കി. നീ തന്നെയാ എന്ത് പരിപാടിയാണ് കാണിക്കണേ? നീ അല്ലേ പറഞ്ഞ ഇപ്പൊ ഇറങ്ങുന്നു? എന്നിട്ട് സൂര്യ മൂട്ടിലൊന്നും തട്ടണ വരെ കിടന്ന് ഉറങ്ങുവാണ് സുഖമായിട്ട്. സൂര്യ മൂട്ടി വന്നു തട്ടുന്നവർ കിടന്നുറങ്ങാൻ നല്ല സുഖമാടി. അന്നിപ്പോ പാടി. നിനക്കൊരു കാര്യം അറിയാവോ? ആ പണ്ടാരത്തിനെ കണ്ടതിന് ശേഷം ഞാൻ നേരെ ചെവിന്ന് ഉറങ്ങിട്ട് എത്ര ദിവസമായെന്ന്? ഓ, അതെന്തായാലും മനസ്സിലായി. നിന്റെ ഉറക്കം കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ ഉറങ്ങിയിട്ടേ ഇല്ലാന്ന്. നീ എന്താ ഇവിടെ? എടി നോക്കടി, എന്താണ്? നമുക്ക് പോണോടി. പിന്നെ ഈ ശവക്കൂടത്തി കിടക്കാനാണോ നീ പറയുന്നത്? അതല്ലടി, ആ പപ്പന്റെ കഥയൊക്കെ കേട്ടപ്പോ എന്തോ പാവം തോന്നി ഭയങ്കര. പപ്പന്റെ ഏത് കഥ? അങ്ങനെ എന്നിട്ട് കഥയൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ കിടന്ന് പോത്തോല്ലോ ഉറങ്ങുമായിരുന്നില്ലേ? എടി സംഭവം പപ്പന് പാറുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ മീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാടി മരിച്ചിട്ടും പാറുവിന്റെ ആ സ്കെൽട്ടനൊക്കെ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. ആണോ? പാവം. എടി നിനക്കൊരു കാര്യം അറിയോ? നീ എന്റെ അപ്പനെ കണ്ടിട്ടില്ലേ? അങ്ങാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനായിരുന്നല്ലോ. പക്ഷെ അങ്ങാര് ചത്തപ്പോ അങ്ങാരുടെ ഡെഡ് ബോഡി കൊണ്ടാണ് ഞാൻ നടന്നത്. ആണോ? എടി ഇത് അങ്ങനെയല്ല. അങ്ങനെയല്ലെന്ന്. പപ്പന് പാറുവിന്റെ ആ സ്കെൽട്ടനെ ആ മരുന്ന് വെച്ച് ജീവൻ വെപ്പിക്കാൻ വേണ്ടിട്ടാടി. ഇടി ആ മട്ടും മറന്നും കേട്ടിട്ട് നീ വിശ്വസിച്ചിരിക്കുവാണ് ഇവിടെ. വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഇനി ഒന്നും നീ കേക്കണോ ഇത്? മാത്രല്ല ഇവിടെ നിക്കണവർക്ക് 500 രൂപ വാടകയെന്ന് കുറച്ച് തരാമെന്നും പപ്പൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ? ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് മോള് വേഗം റെഡി ആവും. എവിടെ പോവാൻ? ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. വല്ലതും കഴിക്കണമെങ്കിലും വല്ലതും എന്തെങ്കിലും കൊടുക്കണമെങ്കിലേ പൈസ വേണം കയ്യില്. അതിനെന്ത് വേണം? സമ്പാദിക്കണം. എനിക്ക് ജോലി നോക്കാം. ആ ജോലി കിട്ടിയാലേ വിദേശത്തേക്കുള്ള പഠനം ഇവിടുന്ന് പോകാനും പറ്റുള്ളൂ. എനിക്ക് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി നോക്കാല്ലേ? എടി അത് തന്നെ പറയണം എനിക്ക് വരാൻ. നടക്ക് വരുവാ. പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണോ? ഇന്നോട്ട് ഈ റൂമിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടാവും ചാൻസുള്ളൂ. അതെന്താ? റീത്ത് പോയി. ഒരു മാരണം അങ്ങനെ ഒഴിഞ്ഞല്ലേ? വേണിക്ക് വിദേശത്ത് പോകുന്നതിന് മുമ്പ് പരലോകത്ത് പോകുവോ എന്റെ ദൈവമേ. നീ ഇറങ്ങാൻ ലേറ്റ് ആവോ? എന്തായാലും 2 മിനിറ്റ് എടുക്കുമല്ലോ, അതുവരെ കിടക്കാം. ചേട്ടാ ഒരുപാട് ആലോചിക്കണ്ട. എൻ്റെ ഒരു 2000 രൂപ ഉണ്ട്, അത് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ ചേട്ടന്. 2000 രൂപ ഒരു കീറ ചെറുതന്നല്ല. എടാ എഞ്ചിനീയറിംഗിന് 5 സപ്ലൈ കൊണ്ട് മാത്രം വന്ന ഇടപാടായത്. എന്റെ 1 മാസം എഡ്യൂക്കേഷൻ ലോൺ EMI അടക്കം എന്തെങ്കിലും ഇറക്കുന്നുണ്ട് ഈ കാശ്. ചേട്ടാ ഇത് തന്നെ അമ്മയുടെ കുറി ഞാൻ കട്ടുകൊണ്ട് വന്ന ചേട്ടൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വേറൊന്നും പറഞ്ഞില്ല. ആ പെണ്ണ് വരുമ്പോൾ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മാത്രം മതി. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ വരുന്നു, ഒരു ഹീറോയിസം കളിക്കുന്നു, അത്രേ ഉള്ളൂ. നല്ല പുതുമയുള്ള ഐഡിയ. നീ കാറ്റൊരു അഗ്രഹന്റെ ആളോടെ ഇറക്കാ. അത് വിട് ചേട്ടൻ അവള് വരുമ്പോൾ കണ്ണുരുട്ടൊന്ന് കാണിക്കുക. ചേട്ടാ കണ്ണുരുട്ടൊന്ന് കാണിച്ചാൽ നോക്കട്ടെ. ചേട്ടാ അത് ഗേൾഫ്രണ്ട് കേട്ടോ, റൊമാൻറ്റിക് ആണല്ലോ പറഞ്ഞത്. കണ്ണുരുട്ടി അവളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അവളിപ്പോ വരും. ചേട്ടനൊന്ന് പേടിപ്പിക്കാൻ അവളെ. നീ ഒരു 50 തന്നെ എടാ. നീ വീട്ടിൽ പൊതിച്ചോറ് അടിച്ചോണ്ടാ. എടാ മോനെ ഞാൻ വേണ്ടി ഉരുട്ടി കാണിച്ചത് ഇതൊക്കെ കണ്ണാണ്. നീ എന്തൊട്ട് വർത്താനാ നീ പറയണേ? ചേട്ടാ അത് വീട് ഞാൻ അടുത്ത പണിക്ക് വന്ന് ഞാൻ വീട്ടിൽ കൊള്ളാം. ചേട്ടാ നോക്കതേ അവളിപ്പോ തന്നെ വരാറായത് കാണുള്ളിൽ കുറെ നേരം. ചേട്ടാ അതെ ദേവനുണ്ട് ഒരു വെള്ള ജാക്കറ്റ് പിശാശ്. ജാക്കറ്റ് മാത്രമേ ഉള്ളൂ. എന്റെ ചേട്ടാ എന്റെ പ്യുവർ ലവ് ആണ്. വേറെ ഇന്റൻഷനോട് നോക്കല്ലോട്ടോ. അതേ പേടിപ്പിക്കണോട്ടോ. കണ്ണൂറ്റി ഞാൻ ചോരയുള്ള ക്ഷത്രീനാണ് മെനേട്ടവനെ. നോക്കട്ടെ. ഫ്രീ ആണെങ്കിൽ ഒരു നിമിഷം സ്റ്റോപ്പ് പ്ലീസ്. എന്താ? ഒന്ന് ഭയക്കണം. എന്തിന്? കണ്ണൂറ്റുന്നുണ്ട്. അയ്യേ ബ്രോ, ഇങ്ങനെയല്ലേ കണ്ണുരുട്ടേണ്ടേ? ഇങ്ങനെയാ കണ്ണുരുട്ടേണ്ടേ? എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ പറ്റുള്ളൂ. മനുഷ്യനെ തലരും പോട്ടാണ് എന്നെ പേടിപ്പിച്ചിട്ട്.
അയ്യോ ബ്രോ വിഷമിക്കേണ്ട, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. ബ്രോക്ക് ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ശരി, എന്നാ പോട്ടെ. അപ്പൊ ശരിയാവണ്ട. മര്യാദക്ക് പേടിക്കില്ല, ആള് വിട്ട് കളിപ്പിക്കും ഞാൻ. പേടിക്കിടി. നനകെട്ട പെണ്ണ്. താനെന്താ കാണിച്ചു? അവൾ ഓടിക്കാൻ പറഞ്ഞ അവളുടെ ഇടിയും മേടിച്ച് കിടക്കണം. ചിരിക്കണം എന്നിട്ട് സില്ലികൾ ഭയന്നിട്ടാ പോച്ച്. ഭയന്നിട്ട് പോയില്ല. എടോ എന്റെ പ്ലാൻ നടന്നു. അവള് നിങ്ങൾ നമ്മൾ ഇടിക്കുന്നു, ഞാൻ കയറി വരുന്നു. അതല്ലേ ഹീറോയിസ്. താ കളഞ്ഞില്ലേ? എടാ നീ ടൈമിങ്ങിന് വന്നടാ പൊന്നുമോനെ. നീ എന്ത് കാണിക്കണം? ഇടി കൊണ്ട് കിടന്നെന്തിനാ? എടാ പോയി പിടിക്കണോ? പോയി പിടിക്ക്. ഒന്ന് പോയാ കിടന്ന മനുഷ്യൻ നടുവിട്ട് നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോറിക്ഷയിൽ നിനക്ക് ഞാൻ വിവാദം ഇറക്കി തരാം. പോടാ മനുഷ്യനെ കൊണ്ട് പിടിക്കും. അവിടെ നിൽക്കണേ. എന്റെ മമ്മി അറിഞ്ഞിട്ടില്ല. ഞാനത് പേടിപ്പിക്കാൻ നീ ആളെ വിട്ടല്ലേ പേടിപ്പിച്ചല്ലേ. ഒന്ന് പോന്നുള്ളേ എന്നെ വിട്ട് തോക്കെടുപ്പിക്കും. തോക്ക് ഞാൻ നാണുണ്ടോ എനിക്കൊക്കെ. അയ്യേ നീ വലിയ കാര്യത്തിൽ പെട്ടിയും പ്രമാണൊക്കെ എടുത്തോണ്ട് പോവാന്ന് കൊണ്ട് പോയതല്ലേ, പിന്നെന്താ തിരിച്ചു വന്നേ? ഞാൻ പിന്നെ എവിടെ പോവാനാ? ഇപ്പൊ മനസ്സിലായല്ലോ പപ്പന്റെ പൂഞ്ചില് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. താങ്ക് യു പപ്പ. അപ്പൊ എനിക്കോ? താങ്ക് യു പാപ്പു. ബാഗെടുത്തോടാകത്ത് പോ. ശരി. ഇനി എന്തെങ്കിലും ഫൈറ്റ് സീൻ ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. പോപ്സ് വിളിക്കാം. അയ്യേ, ആ ചെറുക്കനെങ്ങാനും തോക്ക് കാണണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചമ്മിപ്പോയായിരുന്നു. മണഗുണാൻ ചെമ്പായലി. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ തൊട്ടെ വിരളില്. ഇതിലെന്തോ ഉള്ളത്? അകത്ത് കയറുമ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കണോ മലയാളത്തിൽ സംസാരിക്കണോ അറിയാൻ വേണ്ടി തൊട്ടങ്ങോട്ട്. എടി വി ടോക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഇസ് ഗുഡ്. അവിടെ കയറിക്കഴിഞ്ഞാൽ പുള്ളിനെ ഒന്ന് ഇതാക്കണ്ടേ? ഓ അല്ല, അകത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിട്ടായിരിക്കും വിളിക്കണത്, അതോ രണ്ടായിട്ടായിരിക്കും വിളിക്കണേ? വില്ല് സി യു പ്രിപ്പയർ. ഐ പ്രിപ്പയർ ഗുഡ്ലി. ഐ പ്രിപ്പയർ സോ ഗുഡ്. ഐ പ്രിപ്പയർ 3 ഗുഡ്. ഓ ഐ പ്രിപ്പയർ 4 ഗുഡ്. വെറുതെ ഓവറാക്കി ചളവാക്കല്ലേ. നമ്മണ്ടായി. അതാ നല്ലത്. ഈശ്വരാ. സാറേ, ആ 2 പെൺപിള്ളേർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ ഞാൻ കണ്ടു ചന്ദ്ര, കൊള്ളാമല്ലോ അല്ലേ? കൊള്ളാം സാറേ, കൊള്ളാം. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ അവരകത്തേക്ക് പറഞ്ഞു. ശരി സാർ.